പ്രിയമുള്ളവരെ നമസ്കാരം. ഞാൻ സുധാ സജി. ലോകമെമ്പാടും ഭയരഹിതവും ആശയസമ്പുഷ്ടവുമായ മഹത് വചനം കൊണ്ട് ലോക ജനതയെ ഉദ്ബോധിപ്പിച്ച ആ സ്വാമി വിവേകാനന്ദൻ എന്ന ആ മഹാപ്രതിഭയുടെ മുമ്പിൽ നമസ്കരിച്ചുകൊണ്ട് ഞാൻ ഇന്ന് എൻ്റെ ഈ ഒരു സംവാദം നിങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. അദ്ദേഹം നമ്മിലേക്ക് പകർന്നു നൽകിയ ഉത്തിഷ്ഠത, ജാഗ്രത, പ്രാപ്യപര, നിബോധത, ഇത് സിമ്പിളായിട്ടുള്ള 3 കാര്യങ്ങളാണ്. നിങ്ങൾ അജ്ഞാനത്തിൽ നിന്ന് ഉണരുവിൻ, പ്രവർത്തിക്കുവിൻ, ലക്ഷ്യസ്ഥാനത്തിലേക്ക് പ്രവേശിക്കുവിൻ എന്നാണ്. ഇത് നമ്മുടെ ലോക ജനതയ്ക്ക് പകർന്നു നൽകിയ ഈ ഒരു ആശയം അദ്ദേഹം പകർന്നു തന്ന അന്ന കാലഘട്ടം മുതൽ ഇന്ന് വരെ നമ്മൾ അതേ പാത പിന്തുടർന്നുവെങ്കിൽ നമ്മുടെ രാജ്യം എത്രമാത്രം മുന്നേറിയിരുന്നു. അതിനകത്ത് ഈ ഒരു ആശയം സാധാരണ ജനങ്ങൾ തൊട്ട് ഉദ്യോഗസ്ഥ തലം വരെ എല്ലാ തലങ്ങളെടുത്താട്ടെ നമ്മുടെ സമൂഹത്തിലെ ഈ ഒറ്റയൊരു വാക്യം മതി നമ്മളെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കാൻ. ഇദ്ദേഹത്തിൻ്റെ അടിസ്ഥാനമായി ഈ ഒരു മെസ്സേജ് മാത്രം മതി നമുക്ക് ആ ലക്ഷ്യസ്ഥാനം നമ്മളെ തീർച്ചയായിട്ടും നമ്മൾ അവിടെ എത്തിച്ചേരുക തന്നെ ചെയ്യും. അതായത് എനിക്കിപ്പം പറയാനുള്ള നമ്മുടെ യുവജനങ്ങളാട്ടെ, എൻ്റെ സഹോദരന്മാർ എല്ലാവരോടെയും പറയുന്നത്, നമ്മുടെ എല്ലാവരിലും ഈശ്വര സൃഷ്ടിയിൽ നമുക്കെല്ലാവരും ഓരോ കഴിവും വ്യത്യസ്ത ടാലൻറ്റോടാണ് നമ്മളെല്ലാം ജന്മമെടുത്തിരിക്കുന്നത്. ആ സൃഷ്ടികർത്താവ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്, ആ കഴിവ് നമ്മൾ കണ്ടെത്തി. അതായത് ഇപ്പം എനിക്ക് പറയാനുള്ളത് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ ആ ഉദ്യോഗസ്ഥർ എത്രമാത്രം രാജ്യത്തിന് ഈ ഒരു ആശയം മുൻകൂട്ടി, അതായത് മുൻഗണന പരിഗണിച്ചിട്ട് മുന്നേറി സാധാരണ ജനങ്ങളിലേക്ക് എത്തിയിരുന്നെങ്കിൽ ഈ രാജ്യം എത്ര മുന്നേറിയിരുന്നു. പക്ഷേ ഞാൻ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും പൊളിറ്റീഷ്യൻസിനെയോ ഭരണ സമൂഹത്തെ മാത്രം ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. കാരണം നമ്മളെല്ലാവരിലും ആ ഒരു കുറ്റം നമ്മളെ ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. എല്ലാവരിലുള്ള കഴിവുകൾ തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ ഒരു വ്യക്തിക്കൊരു കഴിവുണ്ടെങ്കിൽ ആ കഴിവിനെ എങ്ങനെ പ്രായോഗികമാക്കാം, എങ്ങനെ അത് ധനസമ്പാദനത്തിന് ഉപയോഗിക്കാം, അതെങ്ങനെ കുറേ പേരെ സുഹൃത്ത് വലയങ്ങളിൽ അല്ലെങ്കിൽ അയൽക്കാരിൽ ഒരു ഇപ്പോൾ സ്ത്രീകളുണ്ടെങ്കിൽ അവരെല്ലാം കൂട്ടി ഒരു എന്താണ് മാർക്കറ്റിൽ കൊണ്ടുവരുന്നത്. ഇപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് ലിപ്സ്റ്റിക് എന്ന ഒരു ഇന്ന് ഏറ്റവും കൂടുതൽ പ്രചാരത്തിലിരിക്കുന്ന കൊച്ചുകുട്ടിയാട്ടെ ഉയർന്ന തലത്തിലാട്ടെ എല്ലാവരും എപ്പോഴും ഏത് മേഖലയും ഞാൻ കാണുന്ന ഒരു ഇതാണ് ലിപ്സ്റ്റിക്. ഈ ലിപ്സ്റ്റിക് എത്രമാത്രം ഹെൽത്തിന് എത്രമാത്രം ഇൻജൂറിയസ് ആണെന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവരെല്ലാം ഉപയോഗിക്കുന്നത്. പക്ഷേ ഒരിക്കലും ഞാനൊരു സൗന്ദര്യ വർദ്ധക വസ്തുക്കളോട് നിരാകരിക്കുന്ന ആളൊന്നുമല്ല. അത് ഓരോരുത്തരുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ് ആണ്. പക്ഷേ ഈ ഒരു പ്രോഡക്റ്റിനെ എത്രമാത്രം നമുക്ക് ആരോഗ്യപരമായി മാറ്റാൻ പറ്റും, അതിന് നാച്ചുറലായിട്ടുള്ള പ്രൊഡക്ഷൻ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അത് എൻ്റെ പ്രിയപ്പെട്ട ഒരു സ്ത്രീകളുടെ ഇടയിലായാലും ഏത് പ്രൊഡക്ഷൻ മേഖലയിലും അതിൻ്റെ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് കണ്ടെത്തി അത് നിങ്ങൾ പ്രായോഗികമായിട്ട് കൊണ്ടുവരികയാണെങ്കിൽ ആ വിപണന മേഖല നിങ്ങൾക്ക് എത്ര ഒരു സ്റ്റാൻഡേർഡിൽ എത്തിക്കാൻ പറ്റും. അതുവഴി നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും. അതുകൂടാതെ നിങ്ങൾ ചെയ്യുന്ന സമൂഹത്തോട് ചെയ്യുന്നൊരു വലിയ മഹത് സേവനമാണ്. കാരണം നമ്മുടെ ഈ ഒരു മേഖലയിൽ എത്തുന്ന വ്യാജമായിട്ടുള്ള പ്രോഡക്റ്റിനെതിരെ നാച്ചുറലായിട്ടൊരു പ്രോഡക്റ്റ് സമർപ്പിക്കുമ്പം അതും നിങ്ങൾ ചെയ്യുന്ന ഈശ്വര സേവനമാണ്. ആരോഗ്യത്തെ ഏറെക്കുറെ നമുക്ക് പരിരക്ഷിക്കാൻ പറ്റും നമ്മുടെ സഹോദരങ്ങളുടെ. ഈ ഒരു പ്രോഡക്റ്റ് കണ്ടെത്തുമ്പോൾ ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൽ അവർ അപ്ലൈ ചെയ്യുമ്പം ഉദ്യോഗസ്ഥ തലത്തിലിരിക്കുന്ന നിങ്ങൾ ദയവ് ചെയ്ത് അവർ അപ്ലൈ ചെയ്യുന്ന ആ ആപ്ലിക്കേഷൻ ഫോം എത്രയും വേഗം അതിൻ്റെ ക്വാളിറ്റി ഇത് നോക്കിയിട്ട് എത്രയും വേഗം അവർക്ക് അതിനുള്ള എല്ലാ അനുകൂല സാഹചര്യങ്ങളും ഗവൺമെൻറ് തലത്തിലും ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലും ചെയ്തു കൊടുത്ത് അവരെ കൈപിടിച്ചുയർത്തുക എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾ സാധാരണ ജനങ്ങൾ കൊണ്ടുവരുന്ന ഓരോ കഴിവിനെയും നിങ്ങളിങ്ങനെ ഉയർത്തുകയാണെങ്കിൽ ആ സമൂഹത്തിലുള്ള ഒരു ആൾക്കാർക്ക് ഇതൊരു പ്രചോദനമാകും. അവർ വേറൊരു പ്രോഡക്റ്റുമായിട്ട് മുന്നോട്ട് വരും. അങ്ങനെ നമ്മുടെ സ്റ്റേറ്റിനെ നമുക്ക് ലോകത്തിലെ നമ്പർ 1 സ്റ്റേറ്റായിട്ട് മാറ്റാൻ പറ്റും. ഇതാണ് ചൈന പോലുള്ള അവിടെയെല്ലാം ചെറുകിട വ്യവസായങ്ങൾ എത്രമാത്രം. ഇപ്പം നമ്മൾക്കറിയാം ഏത് പ്രോഡക്റ്റ് എടുത്താൽ ചൈന പ്രോഡക്റ്റ് ഉണ്ട്, എല്ലാത്തിനും ഡ്യൂപ്ലിക്കേറ്റ് ചൈനയുണ്ട്. നമ്മൾ ചൈനയെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, നമുക്കും ആകാമല്ലോ. അതുകൊണ്ട് ആ ഒരു മേഖല നിങ്ങൾ ഉയരുവിൻ. ഇത് തന്നെയാണ് അദ്ദേഹവും പറഞ്ഞത്. ഉണരുക,
ജാഗ്രതയോടിരിക്കുക, ആ ലക്ഷ്യത്തെത്തുക. എന്താണ് നമ്മൾ ജാഗ്രതയാവേണ്ടത്? നമ്മുടെ മുന്നിൽ വരുന്ന ഓരോ സാഹചര്യങ്ങളിലും നമ്മൾ ജാഗ്രതയോടെ നേരിടുക. അതിലെ തിന്മയുടെ ഭാവം ഉണ്ടെങ്കിൽ നമ്മൾ അകറ്റി നിർത്തുക. നന്മയുടെ പാത നമ്മൾ പിന്തുടരുക. അത് തന്നെയാണ് നമ്മുടെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതും. മിൽട്ടൻ്റെ പാരഡൈസ് ലോസ്റ്റ് എന്ന ബുക്കിലൂടെ പറയുന്നത് എന്താണ്? നമ്മുടെ ലോക സൃഷ്ടികർത്താവ് നമുക്ക് നൽകുന്ന ഒരു വിലപ്പെട്ട ഖനി നിങ്ങളുടെ മുന്നിൽ തരുന്നു, അത് നീ കഴിക്കരുതെന്ന് പറഞ്ഞു. പക്ഷേ അത് നമ്മൾ കഴിച്ചു. അതിൻ്റെ ശിക്ഷയാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത്. ഇപ്പോഴും ഞാൻ പറയുന്നു, സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഈശ്വരൻ്റെ ഒരു അവതാരം തന്നെയാണ്. അതിലെ നന്മയെ മാത്രം നമ്മൾ സ്വാംശീകരിക്കുക, തിന്മയെ നമ്മൾ അകറ്റുക. അങ്ങനെയാണെങ്കിൽ ഈ ലോക ജനതയ്ക്ക് മുന്നേറാൻ പറ്റും. കാരണം ഒരിക്കലും സോഷ്യൽ മീഡിയ മോശമല്ല, അത് നന്മയുടെ ഭാഗം തന്നെ ഉണ്ട്. അത് നന്മയെ മാത്രം നമ്മൾ സ്വാംശീകരിക്കുക. എനിക്ക് ഇന്ന് അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇന്ന് നമ്മുടെ ഏറ്റവും കൂടുതൽ വൈറൽ പനി, ഇങ്ങനെ കുറേ അസുഖങ്ങൾ നമ്മൾ മീഡിയാസിലും ഒക്കെ പറയുന്നുണ്ടല്ലോ. എൻ്റെ ഒരു അറിവ്, ഒരു പക്ഷേ എൻ്റെ ചാനലിൽ ഞാൻ പകർന്നു നൽകുന്നത് ഒരു നന്മയുടെ സന്ദേശം, ഒരു ആരോഗ്യപരമായ ഞാൻ സ്വായത്തമാക്കിയ, അല്ലെങ്കിൽ എനിക്ക് മുതിർന്ന ആളുകളിൽ എൻ്റെ കിട്ടിയ അറിവുകളാണ് ഞാൻ നിങ്ങളുമായിട്ട് സംവദിക്കുന്നത്. അത് നിങ്ങൾക്ക് വിനയപൂർവ്വം സ്വീകരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരസ്കരിക്കാം. പക്ഷെ ഞാൻ എൻ്റെ ഒരു കടമ, എൻ്റെ ധർമ്മത്തിൻ്റെ പാത അല്ലെങ്കിൽ എൻ്റെ സത്യത്തിൻ്റെ പാത, ആ ഒരു പാതയിലേക്ക് ഞാൻ ആ ഒരു കാഴ്ചപ്പാട് കാണുന്നത് കൊണ്ടാവാം ഞാൻ ഒരു ചെറിയ ടിപ്സ് നിങ്ങൾക്ക് അവതരിപ്പിച്ചുകൊണ്ട് എൻ്റെ ഈ ഒരു വീഡിയോ ഞാൻ നിർത്തുകയാണ്. അത് ഇത്രയും ഉള്ളൂ. അതായത് ഇന്ന് പകർന്നു വരുന്ന ആ പനിക്കെതിരെ നിങ്ങളുടെ ഭവനങ്ങളിൽ ഈ മൺചട്ടി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാധനം ഉണ്ടല്ലോ, അതിനകത്ത് കുന്തിരിക്കം, അഷ്ടഗന്ധം ഉണ്ടല്ലോ, അത് അങ്ങാടിക്കടയിൽ നിന്ന് കിട്ടും. അത് പിന്നെ ഒരു കറുവപ്പെട്ട കർപ്പൂരം, ഇത് ഇത്രയും ഇട്ട് നിങ്ങളൊന്ന് പുകയ്ക്കുക. അതായത് അത് അറിയാമല്ലോ, എല്ലാ റൂമിലും കൊണ്ടുവന്ന് സന്ധ്യയ്ക്ക് എല്ലാ മുറികളിലും അതിൻ്റെ ഒരു ഗന്ധം എല്ലായിടും പടർത്തുക. അതിനുശേഷം നിങ്ങളുടെ വീടിൻ്റെ വാതിക്കൽ അത് വെക്കുക. അതിൻ്റെ ആ സുഗന്ധം അണുവിമുക്തമാക്കും. അടുത്തുള്ള വീടുകളിലേക്കും ആ സുഗന്ധം പകരും. അവർക്കോടും ഇത് ഷെയർ ചെയ്യുക. അങ്ങനെ അതുപോലെ തന്നെ അടുപ്പിച്ച് വീടുകളുള്ള എത്രയോ നമ്മുടെ ഏരിയകളുണ്ട്, അതിനെയെല്ലാം ഇങ്ങനെ ശുദ്ധീകരിക്കുവാണെങ്കിൽ നമുക്കൊരു പടർന്നു പകരുന്ന ഈ ഒരു വ്യാപക നമ്മുടെ ഒരു ആരോഗ്യസ്ഥിതിക്ക് നമുക്ക് ഏറ്റവും മുന്നേറാൻ പറ്റും. ഇത് ചെറിയൊരു ടിപ്സാണ്. നമ്മൾ ഓരോരുത്തരും ശക്തിയാകുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളിലേക്ക് പറയുന്നു, ലോകാ സമസ്ത സുഖിനോ ഭവന്തു.